ഹലോ ഗൈസ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇത്തിയിലാണ്. ഈ ഒരു ഊഞ്ഞാൽ കണ്ടിട്ടില്ലേ? ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി പ്ലേസ് ആണ്. ഫാമിലിയായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടുതലും കടലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഇണക്കി ചേർത്തുകൊണ്ടാണ് ആ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലെറ്റ്സ് ഗോ. മസ്കറ്റിലെ റൂവിയിൽ നിന്നും വളരെ അടുത്താണ് ഈ സ്പോട്ട് ഉള്ളത്. വാദി കബീർ ഇത്തി റൂട്ടിലൂടെയാണ് എൻ്റെ യാത്ര. ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. വാദി കബീർ കഴിഞ്ഞ് ബുസ്താൻ റൗണ്ട് അബൌട്ട് എത്തുന്നതിന് മുൻപാണ് ഖന്താബ് റോഡുള്ളത്. വളരെ കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമുള്ള റോഡാണിത്. ഈ വഴിയുള്ള യാത്ര നല്ല ത്രില്ലിംഗ് ആണ്. കൂറ്റൻ മലയിടുക്കുകളിലൂടെയുള്ള റോഡുകൾ. ഞങ്ങൾ സ്പോട്ടിലെത്തി. വിശാലമായ പാർക്കിംഗ് ഏരിയ. സ്വദേശികൾ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഏരിയയാണ്. അവരുടെ ഷെഡുകളും സാമഗ്രികളുമാണിവിടെ. അതിലൂടെയാണ് മുകളിലേക്ക് കയറേണ്ടത്. ഇനി നമുക്ക് പോകേണ്ടത് അതിൻ്റെ മുകളിലോട്ടാണ്. അത് ആ സൈഡിലൂടെയാണ് അങ്ങോട്ടുള്ള വഴിയുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കരിങ്കല്ലുകളും പാറക്കഷ്ണങ്ങളും കൊണ്ടാണ് സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കയർ കൊണ്ട് സൈഡ് വരികളും കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. ആരാണിതിവിടെ തയ്യാറാക്കിയതെന്നറിയില്ല. ഏതോ ബോട്ടിംഗ് കമ്പനിയാകാനാണ് സാധ്യത. അവരുടെ പരസ്യ ബോർഡുകൾ കണ്ടിരുന്നു. ഇതുപോലൊരു ഊഞ്ഞാല് കെട്ടി ഇതുപോലെ ഒരു ഏരിയ സെറ്റ് ചെയ്ത് അതിലൂടെ സെയിൽസ് നടത്താനായിരിക്കും പദ്ധതി. ഈ ഒരു നടപ്പാത പവിഴപ്പുറ്റുകൾ കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇതൊരു വെൽക്കം ബോർഡ് ഉണ്ട്. ഹൗസ് കുറേ സർവീസുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ പെയ്ഡ് ആയിരിക്കും. നമുക്കൊന്ന് ഇനി അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നടന്നോ? ഇവിടൊക്കെ ഇതേ പവിഴപ്പുറ്റുകളുടെ ഓരോ സൈഡിൽ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവര്. ഒരു വേറൊരു ഭംഗി. ഞങ്ങള് ഇത് ഈ ഒരു സംഭവം നോക്കി. വാവ്, അടിപൊളി. കണ്ടില്ലേ, വ്യത്യസ്തമായ പല ഷേപ്പിലുള്ള പവിഴപ്പുറ്റുകളുടെ ഡിസൈനുകൾ. ഓ യെസ്, ഇവിടെ ഒരുപാട് അടിപൊളി ഡിസൈനുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലവിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത് വെക്കണൊക്കെ. അതുപോലെ ഒരു ബോട്ടിൻ്റെ ഒരു പായക്കപ്പലിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. ഇതാരാണിത് ചെയ്തു വെച്ചിട്ടുള്ളതെന്നൊന്നും അറിയില്ല. അവനെ കയറിക്കോ, കുഴപ്പമില്ല. നോട്ടെ. യെസ്, ഷിപ്പ് സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലൗസിങ് വരുന്നത്. അതിന് മുന്നായിട്ടൊരു ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ. ചെടിയും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്. പക്ഷെ അവിടെ നിന്ന് സൂര്യപ്രകാശം വരുന്ന കാരണം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം നമുക്ക്. ദ ലൗസിങ് ഹട്ട്. ഇതൊക്കെ എന്താണ്? പവിഴപ്പുറ്റുകളാണ് ഇതൊക്കെ. ഇത് വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് ആളുകള് പൊങ്കാലയുടെ ആളുകള്. കള്ളിമുൾച്ചെടിയല്ലേ ഇത്? അല്ലേ? ആ, അതെ. അപ്പൊ ഇതാണ് നമ്മളുടെ ലവ് സ്വിങ്. ലൈറ്റ് ഭയങ്കര വിഷയമാണ്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം. അപ്പോ ഇതാണ് നമ്മളെ ലവ് സ്വിങ്. അയ്വാ, നൈസ്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടല്ലോ, അതാണ് ഭംഗി. ഇങ്ങനെ ഊഞ്ഞാലാടി കാണാവുന്നൊരു ഭംഗി ഉണ്ടല്ലോ. ഇവിടെ കുറച്ച് കുട്ടികൾ, ഒമാനിക്കുട്ടികൾ കുളിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ക്യാമറയിൽ അത്ര ഭംഗിയിൽ കിട്ടുന്നില്ല, കാരണം അവിടുന്ന് സൂര്യപ്രകാശം വരുന്നതുകൊണ്ട്. നല്ലൊരു അടിപൊളി ഒരു ഏരിയ. ഇവിടെ കുറേ ഡിസൈനുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ, ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ റിയ എവിടേക്കോ പോകുന്നുണ്ട്. ആ, റിയയുടെ അടുത്ത സ്പേസ്. അതെന്താണ്? തിമിംഗലത്തിന്റെ പല്ല ഡിസൈൻ ചെയ്ത് വെച്ചേക്കണ. വാവ്, പല്ലുകളല്ലേ ഇത്? എന്താണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തിന്റെ മീനിന്റെ അല്ല പല്ലുകളാണോ അല്ലെങ്കിൽ വേറെ എന്താ ചെയ്ത് വെച്ചാണെന്ന് അറിയില്ല. ഡെന്റൽ എന്തോ സംഭവമാണ്. എവിടെ? ആ, വേറൊരു മീൻ വായ പൊളിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇത് കണ്ടില്ലേ? നൈസ്.
ഇനി അടുത്തൊരു അമൻ അടുത്തിൽ വന്നിട്ടുണ്ട്. അടിക്കോ പൊട്ടൊന്നുമില്ല, നല്ല ഉറപ്പുള്ള കയറാണ്. നീ പൊട്ടി അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം പെര മുഴുവൻ കത്തിക്കും പറഞ്ഞ പോലെ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. കുളിക്കണ്ട, ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഹായ്, വെയിറ്റ് ചെയ്തേ വരുന്നു. എന്തുവാടാ വെയിറ്റ് ചെയ്യട്ടോ. അവന് ആ ഷിപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ആൾ അതിൽ കയറി ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ചീത്ത പറയും, അത് വേറെ ഉണ്ടാവും. ഇഷ്ടായില്ലേ? വീട്ടിൽ കൊണ്ടുപോയാലോ? വീട്ടിൽ കൊണ്ടുപോണ്ടേ? പൈറേറ്റ് ഷിപ്പാണത്. യെസ് അമ്മച്ചിക്ക് അത് ആട്ടി കൊടുക്കും. ഊഞ്ഞാലാട്ടി കൊടുത്തേ. ആ ഉരുട്ടാൻ പോണിട്ടോ അവനെ. അപ്പച്ചി ഉരുട്ടട്ടെ, കറക്റ്റ് അല്ലേ? ഓക്കെ. അല്ലോ അടച്ചാണ്, ഇത് നീങ്ങണില്ലല്ലോ. അങ്ങോട്ട് നേരെ. എടാ നമുക്ക് അങ്ങോട്ട് തള്ളിയിട്ടാലോ വെള്ളത്തിൽ. ഇതിൽ കൂടുതൽ എനിക്ക് നീങ്ങാൻ പറ്റില്ല. അപ്പച്ചി അങ്ങോട്ട് തള്ളിയിടട്ടെ, ഉമ്മച്ചിനെ തള്ളിയിടട്ടെ, കടലിലേക്ക് ഇടട്ടെ. നോക്കാടാ, നിനക്ക് വേണോ? തള്ളിയിടട്ടെ. ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് കേട്ടോ. അത് എവിടേക്കാണെന്നുള്ള നോക്കട്ടെ. അവിടെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ നോക്കാലോ. അവൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഇവിടെ എന്താണാവോ? അതെ, ഇങ്ങോട്ട് വരുമ്പോ ശ്രദ്ധിക്കട്ടാ. അവനെ പിടിക്ക്. നോക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഗ്രിപ്പൊക്കെ ഇല്ലാതെ പോണം. പക്ഷെ അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് വരണ്ട. മതി. എന്നാ അവിടെ പോയി നോക്കട്ടെ. ഇവിടെ എന്താണ്? ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇനി എന്റാണ്, ഇവിടെ നാട്ടില്ല. പക്ഷെ വ്യൂ അടിപൊളി കേട്ടോ, സൂപ്പർ. വെയിലാറിയ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാല് സൂപ്പർ വ്യൂ ആണ് അവിടെ. നൈസിന് തിരിച്ച് നടക്കാം അങ്ങോട്ട്. കാഴ്ചകളൊക്കെ നോക്കുകയാണ്. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ്. നൈസ് ഏരിയ. ഞാനൊന്ന് ആടി നോക്കട്ടെ, നിങ്ങൾ മാത്രമല്ലേ ഇരുന്നുള്ളൂ. വാ നമുക്ക് അമ്മനെ. ഇവിടെ എൻ്റെത് ഒതുങ്ങൂല. ഇവിടെ ആടി നോക്കാം അമ്മൻ. അയ്യോ, ഇതും എനിക്കിരിക്കാൻ പറ്റില്ല. ഇല്ലില്ല, എന്റെ മണ്ഡലം ഇതിൽ ഒതുങ്ങില്ല. ഇത് അമ്മന്റെ മണ്ഡലത്തിനുള്ളതാണ്. എനിക്കിത് ഒതുങ്ങില്ല. ബെഞ്ച് ചെറുതാണ്, എനിക്ക് അതിലിരിക്കാൻ പറ്റും. എന്റെ അമ്മേ, ഇത് വേണ്ട. ഇത് പോരാ. അത് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. നൈസ്, നല്ലൊരു പ്ലേസ്. കൊള്ളാം അല്ലേ? ഇതൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭംഗിയിൽ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? കരിങ്കല്ലാണ്, പാറക്കഷ്ണങ്ങളാണല്ലേ? ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണിത്. ഇതിവിടുന്ന് താഴത്തേക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കൊള്ളാം. ബഫർ ഫിഷ് ആണത്. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. ഹോട്ട്. ഇപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒമാനിലെ ഇതുപോലുള്ള ട്രാവൽ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്രയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. വീക്ക് ഡേയ്സിലാണ് വന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കണം. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.